മഹാരാഷ്ട്രയിൽ ഇന്നും കനത്ത മഴ തുടരുകയാണ്. കൊങ്കൺ മേഖലയിലെ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മുംബൈയിൽ യെല്ലോ അലർട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ, പറയൂ. SKN ഇന്നലെ ശക്തമായ മഴയായിരുന്നു മുംബൈ സാക്ഷ്യം വഹിച്ചത്. 1956 ശേഷം ഇത്ര നേരത്തെ മൺസൂൺ എത്തുന്നതും ആദ്യമായാണ്. അതുകൊണ്ട് ഒരു തയ്യാറെടുപ്പുകൾ അത് ബാധിച്ചു എന്നതാണ് സർക്കാർ പറയുന്നത്, ഉപമുഖ്യമന്ത്രി തന്നെ പറയുന്നത്. അതുകൊണ്ട് വലിയ വെള്ളക്കെട്ട് മുംബൈയിൽ ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞു. KEM ആശുപത്രിയുടെ താഴത്തെ നിലയിൽ വെള്ളം നിറഞ്ഞവരുടെ രോഗികൾ ദുരിതത്തിലെ. എന്തിനും ഈ അടുത്ത ദിവസം മെയ് ആദ്യവാരം ഉദ്ഘാടനം ചെയ്ത മെട്രോയുടെ ഭൂഗർഭ മെട്രോയുടെ സ്റ്റേഷനുകളിലേക്ക് വെള്ളം ഇരച്ച് കയറുകയും അങ്ങനെ ഒരു മെട്രോ സ്റ്റേഷൻ അടച്ചിടേണ്ടി വരികയും ചെയ്തു. ആ തരത്തിൽ വലിയ പഴി ആദ്യ മഴയിൽ തന്നെ സർക്കാരിന് കേൾക്കേണ്ടി വന്ന ഒരു കാഴ്ച കൂടി ഇന്നലെ കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തെങ്കിലും ഇന്നിപ്പോൾ രാവിലെ മാനം ഏതാണ്ട് ഇരുണ്ട് നിൽക്കുന്നുണ്ട്. എന്നാലും കാര്യമായ മഴ മുംബൈയിൽ എവിടെയും തന്നെ അങ്ങനെ പെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ന് മഴയ്ക്ക് ഒരല്പം ശമനമുണ്ട്. അതുകൊണ്ട് ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് യെല്ലോ അലേർട്ടാക്കി മുംബൈയിൽ മാറ്റിയിട്ടുണ്ട്. മുംബൈയിലും പാൽഘറിലും താനെയിലും, അതായത് തൊട്ടടുത്ത ജില്ലകളിലും ഏതാണ്ട് ഇത് തന്നെയാവും സ്ഥിതി. പക്ഷേ കൊങ്കൺ മേഖലയിലേക്ക്, ഈ സിന്ധുദുർഗ്, രത്നഗിരി അടക്കമുള്ള ജില്ലകളിലേക്ക് വന്നാൽ അവിടെ ഇന്നും ശക്തമായ മഴ പെയ്യും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അവിടെ റെഡ് അലേർട്ട് ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മേഖലകളിൽ കുറച്ചധികം ശ്രദ്ധ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെലുത്തുന്നുണ്ട്. സാധാരണ ഈ കാലവർഷക്കെടുതികൾ കാര്യമായി ബാധിക്കുന്ന ഒരു മേഖല അതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ കാര്യമായ ശ്രദ്ധയുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് മുംബൈയിൽ ഒരു വാർ റൂം ഇതുമായി ബന്ധപ്പെട്ട് കാലവർഷക്കെടുതികൾ നേരിടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലെ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആദ്യ മഴയോടെ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ വിവാദം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒറ്റ മഴയിൽ തന്നെ മുംബൈയിൽ എങ്ങനെയാണ് ഈ തരത്തിൽ വലിയ വെള്ളക്കെട്ടുണ്ടായത്? ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത മെട്രോ സ്റ്റേഷനിൽ പോലും വെള്ളം നിറഞ്ഞ അത് അഴിമതിയാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം വാദിക്കും. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഭരണപക്ഷം. SKN മുംബൈയിൽ നിന്നും ചേർന്നത്.